जय श्री राम, जय श्री राम. ജയ് ശ്രീറാം വിളിക്കാത്തതിന് മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന RSS തന്നെയാണ് രാമന്റെയും രാമക്ഷേത്രത്തിന്റെയും പേരിൽ കോടികൾ തട്ടിപ്പ് നടത്തി പാവം വിശ്വാസികളായ ഹിന്ദുക്കളെ പറ്റിച്ച്. രാമന് വിശ്വാസികൾ സമർപ്പിച്ച പണവും സ്വർണവും വെള്ളിയും ഒക്കെ മാത്രമാണ് RSS എന്ന അമ്പലക്കള്ളന്മാർ അടിച്ചുമാറ്റിയതെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. പുതുതായി പണിത അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂമി കുംഭകോണങ്ങളിൽ ഒന്ന് അയോധ്യയിൽ RSSന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കൂ. നിങ്ങൾ എപ്പോഴും ജയ് വിളിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ കോടികളുടെ കൊള്ള നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തെ കൊള്ളയടിച്ച് ശീലിച്ച RSS എന്ന അമ്പലക്കള്ളന്മാർ അവരുടെ കൊള്ള അവിടെ അവസാനിപ്പിക്കുമെന്നും നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒന്നും രണ്ടുമല്ല, 168 ഏക്കർ ഭൂമിയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും RSSകാരനുമായ മോഹൻ യാദവിന്റെ കുടുംബം അദ്ദേഹം അധികാരത്തിലേറിയതിന് പിന്നാലെ വാങ്ങിക്കൂട്ടിയത്. സർക്കാർ റോഡുകൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ഭൂമി മുഴുവൻ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർ വാങ്ങിയിരിക്കുന്നത്. അതായത് അമ്പലക്കള്ളനും കുടുംബവും വാങ്ങിയ ഭൂമിയുടെ വില ഉടനെ കുതിച്ച് ഇരട്ടിയോളമാകുമെന്നർത്ഥം. ദൈവത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക, അതിനുശേഷം അതേ ദൈവത്തിന്റെ പേരിൽ കോടികൾ തട്ടിച്ച് പോക്കറ്റിലാക്കുക. ഒരുപക്ഷെ ലോകത്ത് RSS എന്ന ഭീകര സംഘടന മാത്രമാകും ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത്. രാജ്യത്തെ വിൽക്കുന്ന, രാമനെ വിൽക്കുന്ന ഈ അമ്പലക്കള്ളന്മാരെ ഇനിയും തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് മാത്രമല്ല, ഈ രാജ്യത്തെ അമ്പലങ്ങളുടെ സമ്പത്തടക്കം ഇവന്മാർ ഇവന്റെയൊക്കെ RSS കാര്യാലയത്തിൽ എത്തിക്കും. സോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനെയും ദൈവങ്ങളെയും ഈ